ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഊഞ്ഞാലിട്ടാലോ? തിരുവോണത്തിന് ഞാനും എൻ്റെ മക്കളും ഏട്ടനും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ഊഞ്ഞാൽ വാങ്ങിയിട്ട് വന്നു. എൻ്റെ മക്കൾക്ക് ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടിയിട്ട് കയറ് ക്ലാമ്പ് വഴി കയറ്റാനുള്ള തന്ത്രപ്പാടിലാണ് അച്ഛനും മക്കളും കൂടെ. ഒരുപാട് ട്രൈ ചെയ്തു ആ കയറ് അതിനകത്തൂടെ ഇപ്പുറം എത്തിക്കാൻ വേണ്ടിയിട്ട്. മക്കൾ ഇരുന്നും കിടന്നും നിന്നും തല പുകഞ്ഞ് ആലോചിച്ച് കിടന്ന് തന്ത്രപ്പെട്ടാണ് അവസാനം അതുവഴി കയറ് കയറ്റിയത്. ഒരുപാട് നേരം അവർ കിണഞ്ഞ് പരിശ്രമിച്ച് ഒരുപാട് നേരം കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അവരവസാനം ഭയങ്കരമായിട്ടിരുന്ന് ആസ്വദിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഏട്ടൻ അങ്ങനെ അതിനകത്തൂടെ കയറ് കയറ്റിയത്. പണ്ടൊക്കെ നമ്മളാകുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ അച്ഛനും അമ്മയും കയറിൽ മടൽ കെട്ടി ഊഞ്ഞാൽ കെട്ടി ആട്ടിത്തന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? അവസാനത്തെ കയറ് കയറ്റിയിട്ട് ബലം പരിശോധിക്കുകയാണ് എൻ്റെ ഏട്ടൻ. മക്കളെയും വെച്ചിട്ട് നന്നായിട്ട് വലിച്ചു നോക്കി. എന്നിട്ടോ ദാ പോയി ആവോളം വെള്ളം കോരിയിട്ട് കുടം തറയിലിട്ട് പൊട്ടിച്ചതുപോലെ ആയിപ്പോയി. എന്നിട്ടൊരു കള്ളച്ചിരി. മക്കളെ പോലെ ഏട്ടനും കുഞ്ഞുങ്ങളെ പോലെ കളിക്കാൻ തുടങ്ങി. അവസാനത്തെ രണ്ടുപേരും കൂടെ അടി വെച്ച് ഊഞ്ഞാൽ കെട്ടി. അപ്പോൾ മാടമ്പള്ളിയിലെ മീനാക്ഷി അല്ലേ അത്? എന്താ മോളെ സ്കൂട്ടറിൽ എന്ന് ഞാനിങ്ങനെ ചോദിച്ച് മണിച്ചിത്രത്താഴിലെ ഡയലോഗും രണ്ട് കാഴ്ച ശ്രീദേവിക്ക് ഒന്നുമില്ല എന്നുള്ള ഡയലോഗൊക്കെ പറഞ്ഞ് ഏട്ടനെ കുറേ നേരം കളിയാക്കി. പിന്നെ മക്കളും അച്ഛനും കൂടെ ഊഞ്ഞാലിലായിരുന്നു.